ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ഈ 18-ന് 24 സീറ്റുകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ആദ്യഘട്ട പരസ്യ പ്രചാരണം തന്നെ പൂർണ്ണമായിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് ഷംന? അപർണ, 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നത്. പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. ആദ്യഘട്ട 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം 18-ാം തീയതിയാണ്, മറ്റന്നാളാണ്. മെഹബൂബ മുഫ്തി അടക്കമുള്ള പ്രമുഖരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതിനുശേഷം സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലായാണ് 2-3 ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 90 സീറ്റുകളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് BJP, മെഹബൂബ മുഫ്തിയുടെ PDP, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് സഖ്യം ഇതെല്ലാം ഏറെ ഉറ്റുനോക്കുന്നതാണ്. ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും എല്ലാം കടന്നുവരവുണ്ട്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും നിർണായകമാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതും ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ വരാനിരിക്കുന്ന ഇലക്ഷൻ ഓരോ പാർട്ടിക്കും, BJPക്കും, നാഷണൽ കോൺഫറൻസിനടക്കമുള്ളവർക്ക് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷൻ 2014 നടന്ന ഇലക്ഷനിൽ PDP അന്ന് 28 സീറ്റുകൾ നേടിയാണ് വിജയിച്ചത്. അതിനുശേഷം